ഞാൻ പറയാ എന്റെ സ്പേസ് ആണ് കണ്ടോ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്താ സായി ഇങ്ങനെ കളിക്കാത്ത? കാരണം ഞങ്ങളോട് പറഞ്ഞത് വെച്ചാൽ ഞാൻ ഇങ്ങനെ ആക്കും, ഞാൻ പിറ്റേ ദിവസം മുതൽ കണ്ടന്റ് വരുമ്പോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എന്താ സംഭവം വരാത്ത ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം ഉള്ളിലുണ്ടെന്ന്, പക്ഷെ പുറത്തേക്കാണ്ട് വരുന്നില്ല. അപ്പൊ എനിക്കൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവോ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായി. പിന്നെ സായി ഇങ്ങനെ പിന്നെ എനിക്കെന്തായി, പിന്നെ അവിടെ ഞാൻ പോയി കണ്ടപ്പോ സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയോ ഇത് സീക്രട്ട് ഏജന്റ് ആവില്ല, ഇത് സായി കൃഷ്ണൻ തന്നെ ആയിട്ട് നടക്കുള്ളൂ. ചത്ത് കാലും പോയി ഇതൊന്നുമല്ല, ഇതിനിടയിൽ അതറിഞ്ഞില്ല. പിന്നെ ഞാനൊരു 10-20 ദിവസം രാവിലെ എണീച്ചിന്റെ പരിപാടി ഗ്ലൗസ് ഇട്ടിട്ട് നേരെ മറ്റേ ലോക്കൽ അനസ്തേഷ്യൻ ഒരു ട്യൂബ് ഉണ്ട് അതും വെച്ച് പോകും. എന്നിട്ട് ഇത് പോയി തേച്ച് വിരലിട്ട് കറക്കി എന്നിട്ട് ടിഷ്യൂ പേപ്പർ കൊടുന്ന് വെച്ച് ഗെയിം കഴിഞ്ഞ് പോകുമ്പോ അതിൽ ചോരയായി അതെടുത്ത് കളഞ്ഞ് ഞാൻ സഫർ. എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത്രയും ഗതികെട്ടവൻ ബിഗ് ബോസിൽ വേറെ വന്ന് കാണില്ല. കാരണം ഒരു സൈഡിൽ ഈ കാല് മൊത്തം തരിപ്പ്, ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയേണ്ടത് ഈ കാലിന്റെ അമ്മാണ്. ഒരു വട്ടം നോക്കുമ്പോൾ ഈ കാലിന്റെ കളർ തന്നെ വേറെ കളർ. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, ഞാൻ ഇന്റെ ഡൗട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരോടും പോയി ചോദിച്ചപ്പോൾ വിസിബിളി അവർക്കും ഇത് വേറൊരു കളർ കാലിന്. ഒരു ദിവസം കാല് മൊത്തം മരവിച്ച അവസ്ഥ. ഈ സാധനം അതൊരു സൈഡിൽ, രാവിലെ ഇതൊരു സൈഡിൽ. ഞാൻ ലിറ്ററലി ആ ടിക്കറ്റ് ഫിനാലേക്ക് കളിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ബിഗ് ബോസിനോട് പോയി ഇൻഫോം ചെയ്തത് ഞാൻ എല്ലാം വിട്ടു, ഞാൻ ചത്ത് കളിക്കാൻ പോവാണെങ്കിൽ ഇനി ഇവിടെ നിങ്ങൾ മറ്റേ തൂക്കി കൊണ്ടുപോകണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ ഞാനൊരു പറഞ്ഞു അതിന്റെ ഇടയിൽ പൂജയൊക്കെ ഇപ്പൊ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും. MRI എടുക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 45 മിനിറ്റ് കിടന്നേ, കുറച്ച് ഉണ്ടായത് നീച്ചിട്ട് എതും വരലേ എന്നിട്ട് പിന്നെ എന്നോട് സായി പ്ലീസ് കുറച്ച് 45, ഞാൻ ഓൾറെഡി 45 മിനിറ്റ് കാണും, ഒന്നും പതിഞ്ഞില്ല. ഞാൻ ഇളകിയത് കൊണ്ട് പെയിന് സഹിക്കാൻ പറ്റില്ല, ഇളകിയിട്ട് ഇന്നെ കെട്ടിടാൻ പറ്റും. ഇല്ല കടിച്ചു കിടന്നു, ഞാൻ ചുണ്ടൊക്കെ എനിക്കൊന്നും തന്നില്ല. ഞാൻ സ്വന്തം ചുണ്ടും കടിച്ച് പൊട്ടിച്ച് അതിനകത്ത് കിടന്ന് വീണ്ടും 2 മണിക്കൂറോളം MRI കിടന്നിട്ട് എന്നിട്ടാണ് നീച്ച. ഇത്രയും ദുരിതം അനുഭവിച്ച് വന്നൊരു ഫിസ്റ്റുല. അപ്പൊ അത്രയും പറ്റാണ്ടായി സഹിക്കാതെ പറയായിരുന്നില്ല. എത്ര വട്ടം നിങ്ങൾ മികച്ചൊരു മത്സരാർത്ഥി. ഇത് കേൾക്കുമ്പോ വീണ്ടും ഞാൻ മറ്റേ കാന്താര മാതിരി നീച്ചു വരും. ഇപ്പം സായി തന്നെ ഒരുപാട് എന്താ പറയാ വീക്കെൻഡ് എപ്പിസോഡിലാണെങ്കിലും അല്ലാതെയും സായി കുറെ സംസാരിച്ചുള്ളത് ഭയങ്കര ട്രസ്റ്റ് ഇല്ല ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനകത്ത് എന്തോ എപ്പോഴും ഭയങ്കര സെൽഫ് സെന്റേർഡ് ആയിട്ടിരുന്ന് നമ്മുടെ കാര്യം മാത്രം നോക്കിയിട്ട് അത് പുറത്ത് ജനങ്ങൾക്ക്